കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്തെങ്കിലും ഇന്നാട്ടോ ആഗ്രഹം സഫലമായത്. അതായത് ഒരു ഗെറ്റ് ടുഗദർ, ഫാമിലിയിലെല്ലാവരും കൂടെ ഒത്തുകൂടി. സാധാരണ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഫാമിലിയിലോ ആയിരിക്കും ഒത്തുകൂടുന്നത്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. പുറത്ത് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലാണേ. രാത്രിയിലത്തെ ലൈറ്റും ഫുഡും പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പാർക്കും കൂടി ആയപ്പോൾ പൊളി വൈബ്. എല്ലാവരും എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദിലീപ് അനിയനും അനിയത്തിയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സമയം നമുക്ക് ഇവിടെ പാർക്കിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വരുമല്ലോ, എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് ആസ്വദിക്കാനും കൗണ്ടർ അടിക്കാനൊക്കെ ഒരു പറ്റിയ സ്പോട്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലോണം ആസ്വദിച്ചു. സാധാരണ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടുകയാണ് പതിവ്. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം പിരിയും. പക്ഷേ അന്ന് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും. അതൊരു വേറൊരു വൈബാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും ഫ്രീ ആയിരുന്നു, കാരണം ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ആവാം കേട്ടോ. ഇതും ഒരു വൈബാണല്ലോ. കുട്ടികൾക്കുള്ള പാർക്ക് കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ കാര്യം എളുപ്പമായി. അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് അവരും കണ്ടെത്തി. നമ്മളും ഒരുപാട് ആസ്വദിച്ചു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉള്ള സമയമാണ്, രാത്രിയല്ലേ. അപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ വീണ്ടും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അങ്ങനെ എല്ലാവരും കൂടെ എനിക്ക് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനൊരു കേക്ക് കട്ടിങ്ങും ഇതൊക്കെ ഒരു സർപ്രൈസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുറത്ത് പോയൊരു കേക്ക് കട്ടിങ്ങൊക്കെ കേട്ടോ. പിന്നെ ഒത്തിരി ഗിഫ്റ്റ് കിട്ടി, ഡ്രസ്സ് കിട്ടി. അതിലെല്ലാം ഉപരി എല്ലാവരുടെ സ്നേഹം, നമ്മളൊന്ന് വിഷ് ചെയ്യുക, നമ്മളിഷ്ടമുള്ളവർ നമ്മളോടൊപ്പം ആയിരിക്കുക, അതൊക്കെ തന്നെയല്ലേ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നാണിത്. എനിക്കെന്നും ഓർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് നന്ദി മാത്രം. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഓർക്കുമ്പോഴേ നമുക്ക് ചിരിയാണ്. കാരണം കുഞ്ഞിൽ നമുക്കൊരു മിഠായി അങ്ങനെയൊക്കെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേക്കെങ്കിലും കട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ഉപരിയാണ് നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സ്വർഗ്ഗമായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇവിടെ ഇച്ചിരി റേറ്റ് താരതമ്യേന കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനും ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആണെന്നും പറയാം. അങ്ങനെ എല്ലാവരും കൂടെ ഇഷ്ടമുള്ളത് ഫുഡ് മേടിച്ച് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും റെസ്റ്റോറൻറ്റിനകത്ത് കയറിയേ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഇഷ്ടമുള്ളവരുടെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ഒരു ഫീലുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ കുറച്ച് നാൾ നിലനിൽക്കും. അത് നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. വീണ്ടും നമുക്ക് അങ്ങനെ ഒരു ഒത്തുകൂടലൊക്കെ ആഗ്രഹിക്കും അല്ലേ. അപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സമാധാനമായിട്ടിരുന്ന് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്ന സമയത്തും കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ ഔട്ട്ഡോറാണ്, കാരണം അവിടെയാണല്ലോ പാർക്കുള്ളത്. അപ്പോൾ ഫുഡ് കഴിച്ച ഉടനെ എല്ലാവരും കൂടെ, കുറച്ച് പേര് നേരത്തെ പാർക്കിലൊന്നും കളിച്ചില്ലായിരുന്നല്ലോ, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്തു. വീണ്ടും ഞാൻ പറയട്ടെ, കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന എൻ്റെ അമ്മമ്മ വരെ അടിച്ചു പൊളിച്ചൊരു പാർക്കും അങ്ങനൊരു റെസ്റ്റോറൻ്റായിരുന്നു കേട്ടോ. അവിടെ ഒരു വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു. അതിലെല്ലാവരും ഊഞ്ഞാലാടി. അപ്പോൾ ഇനി എല്ലാവർക്കും പോകാനുള്ള സമയമൊക്കെ ആയി. രാത്രി വൈകി, നാളെ എല്ലാവർക്കും ജോലിക്കൊക്കെ പോകാനുള്ളതല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ അവരവരുടെ വീടുകളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് ചിരിപ്പിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസത്തോട് ബായ് പറയുവാണ്. എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ, വിഴിഞ്ഞം പൂവാറിനടുത്തുള്ള സിനി കഫേ റെസ്റ്റോറൻ്റാണ്. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് കൂടെയാണ്. ഇവിടെ ഒരു മിനി തിയേറ്ററൊക്കെ ഉണ്ട്, നമുക്ക് ആ സൗകര്യം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെ ഞങ്ങളുടെ ഫാമിലി വീഡിയോസ്, വ്ളോഗ് അതൊക്കെ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക് യു, ബൈ.